നമ്മൾ ഒരു ഓർക്കിഡ് ലവറിന്റെ സ്റ്റോറി ആയിട്ടോ കേൾക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് വർഷമായിട്ട് പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നതാണല്ലേ. ഇപ്പൊ ഹസ്ബൻഡ് വളർത്തിയിട്ട് ഇപ്പൊ ഹസ്ബൻഡിന് കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വൈഫാ എല്ലാം ഒത്തിരി പൂവുണ്ട് വീട്ടില്, ഫോൺ നിറച്ച് കിടപ്പുണ്ടല്ലയോ. അപ്പൊ സാറ് എങ്ങനെയായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്റെ ഒരു സാർ ഉണ്ടായിരുന്നു, ആ സാർ മുഖാന്തരമാണ് എനിക്ക് ഇതിലോട്ട് വലിയ കമ്പം. ശരി. അപ്പൊ അത് മുഖാന്തരം പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ 2 പ്ലാന്റ് വെച്ച് കൊണ്ടുവന്ന് വീട്ടിൽ നിറച്ചുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോയപ്പോഴാണ് പിന്നെ വീട്ടുകാരിയെ ഏൽപ്പിച്ചു. പുള്ളിക്കാരി എല്ലാം പഠിച്ചു. ഇപ്പൊ നിറയെ ഉണ്ട്, വീട്ടുകാരും ബന്ധക്കാരെല്ലാം വരുമ്പോഴെല്ലാം കാണാനായിട്ട് അത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവധി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവധിക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഇങ്ങോട്ട് വരണമെന്നാ. സന്തോഷം. എപ്പോഴും എല്ലാ വർഷവും ലീവ് വരുമ്പോ ഈ വർഷവും വന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. വെക്കേഷൻ വന്നതാ. എപ്പോ വന്നാലും എവിടെയെങ്കിലും പോകുന്ന പുള്ളിക്കാരിയുടെ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഓർക്കിഡിന്റെ സ്ഥലത്ത് പോകണം. അതൊരു സന്തോഷമാണ്. അല്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോട്ടോസിലൊക്കെ നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ ഫെല്ലോപ്സും എല്ലാം നല്ല രസമായിട്ട് നിൽക്കുന്നു കാണിച്ചത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ വന്നിട്ടെല്ലാം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞോ? സോണി. ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. താങ്ക് യു. നമ്മുടെ വ്യൂവേഴ്സിനോട് ഒരു ഓണാശംസ പറയല്ലേ. അപ്പൊ വന്നതിൽ കണ്ടതിലൊക്കെ സന്തോഷം. ഈ പ്ലാൻസിന്റെ അപ്ഡേഷൻ ഒക്കെ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.